എല്ലാവർക്കും നമസ്കാരം. ഞാൻ ബിനോയ് ജോൺസൺ. എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ മമ്മൂക്കയുടെ പുതിയൊരു പടം വന്നിട്ടുണ്ട്, ടർബോ. ഒരു മാസ് മസാല ആക്ഷൻ പടവും. നിങ്ങൾ കണ്ടു കാണും, ട്രെയിലറൊക്കെ കണ്ടു കാണും, യൂട്യൂബിൽ ട്രെയിലർ കണ്ടു കാണും. മമ്മൂട്ടി കമ്പനിയാണ് അത് നിർമ്മിക്കുന്നത്. അതിൻ്റെ അകത്ത് നമ്മുടെ ഒരുപാട് നടന്മാര്, നല്ല നല്ല നടന്മാരൊക്കെ അഭിനയിക്കുന്നുണ്ട്. ഒരു മാസ് മസാല എന്ന് പറഞ്ഞാൽ ശരിക്കും നമ്മുടെ മമ്മൂക്ക ഫാൻസിനെ തൃപ്തിപ്പെടുത്താൻ കഴിയുന്ന ഒരു പടം. എല്ലാ തരത്തിലും തൃപ്തിപ്പെടുത്താൻ കഴിയുന്ന പടം. ഇതിനു മുമ്പ് എനിക്ക് തോന്നുന്നു മമ്മൂക്ക കുറെ നാൾക്ക് ശേഷമാണ് അങ്ങനത്തെ ഒരു ചിത്രമായിട്ട് വന്നെന്ന് തോന്നുന്നു. അതിനു മുമ്പ് അഭിനയിച്ച 2-3 പടങ്ങളൊക്കെ നമ്മുടെ ഒന്ന് കണ്ണൂർ സ്ക്വാഡ്, അതൊരു പോലീസ് സ്റ്റോറി ആയിരുന്നു. രണ്ടാമത്തത് നമ്മുടെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഇത് ജോണറിലുള്ള പടം ഭ്രമയുഗം. അങ്ങനെ 2 പടം വരുന്നു. അതിനുശേഷമാണ് നമ്മുടെ ടർബോ എന്ന് പറഞ്ഞ് വരുന്നത്. നമ്മുടെ ഈ മാസം 23-ാം തീയതിയാണ് നമ്മുടെ ടർബോയുടെ റിലീസിംഗ് ഡേറ്റ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. നമ്മുടെ ഇടുക്കിയിലൊരു ജോസ് എന്ന് പറഞ്ഞൊരു ഡ്രൈവറായിട്ടാണ് മമ്മൂക്ക അതിനകത്ത് അഭിനയിച്ചിരിക്കുന്നത്. നമ്മുടെ വൈശാഖ് ആണ് സംവിധാനം ചെയ്തിരിക്കുന്നത്. മിഥുൻ മാനുവൽ തോമസ് ആണ് അതിന്റെ രചന. അങ്ങനെ എനിക്ക് തോന്നുന്നു കുറെ നാൾക്ക് ശേഷം, ഞാൻ പറഞ്ഞില്ലേ കുറച്ചും പറഞ്ഞ പോലെ, ഒരു എല്ലാ പ്രേക്ഷകരെയും തൃപ്തിപ്പെടുത്തുന്ന ഒരു പടമായിരിക്കും എന്ന് തോന്നുന്നു. അതിന്റെ അകത്ത് ഈ പ്രായത്തിൽ ആക്ഷൻ ട്രെയിലർ കണ്ടവർക്ക് മനസ്സിലാവും. അതിന്റെ അകത്ത് ഒരുപാട് നല്ല ഫൈറ്റ് സീനും ഇതും ഈ പ്രായത്തിൽ അദ്ദേഹം ചെയ്തു വെച്ചേക്കണം. നിങ്ങൾക്ക് ട്രെയിലർ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും. ഇപ്പൊ ഇത് പറയാൻ കാര്യം, നമുക്ക് ഇപ്പൊ മലയാള സിനിമയില് 2023 ലാസ്റ്റ്, അതിനു മുമ്പ് ഇപ്പൊ ഹിന്ദി സിനിമ അടക്കി ഭരിച്ചിരുന്ന ഒരു സമയം ഉണ്ടായിരുന്നു. ഇന്ത്യൻ സിനിമ, ഹിന്ദി സിനിമകളുടെ ഇതിലായിരുന്നു. കോടികൾ വരുന്ന പടങ്ങളൊക്കെ അവിടെ നടന്നുകൊണ്ടിരുന്നത്. അതിനുശേഷം സൗത്ത് ഇന്ത്യയിലേക്ക് വന്നപ്പോ തെലുങ്ക് പടം, ബാഹുബലിക്ക് ശേഷമാണ് തെലുങ്ക് പടം ബാഹുബലി ഹിറ്റാവുന്നു. ബാഹുബലി ഫസ്റ്റ് സെക്കൻഡ് ഹിറ്റാവുന്നു. കന്നഡത്തില് KGF ഫസ്റ്റ് സെക്കൻഡ്. അപ്പൊ മലയാളത്തിൽ അപ്പോഴും പടങ്ങൾ അങ്ങനെ ഹിറ്റായി വേറെ സംസ്ഥാനത്ത് ഹിറ്റടിച്ച ചരിത്രമൊന്നും ഉണ്ടായിട്ടില്ല. അതിനിടയിൽ തമിഴ് കുറച്ചും കൂടി ഹിറ്റുകൾ കൊടുക്കുന്നു. അപ്പൊ ഇതിനിടയിൽ കേരളം ഒതുങ്ങി നിൽക്കണമായിരുന്നു. പിന്നെ കേരളത്തില് കഴിഞ്ഞ കൊല്ലമാണ് 500 കോടിയോളം വരുമാനം സമ്പാദിച്ചത്. ഒരുപാട് സിനിമകൾ കഴിഞ്ഞ പോലെ ഒരുവിധം നല്ല പടങ്ങളൊക്കെ വന്നു. ലാലേട്ടന്റെ നേരെന്ന് പറഞ്ഞ പടങ്ങളൊക്കെ വന്ന് വിജയിച്ച പടം. പക്ഷെ ഈ വർഷം ഇപ്പൊ ജനുവരി തുടങ്ങിയിട്ട് ഇപ്പൊ മെയ് പകുതി ആവുമ്പോ 1000 കോടിയോളം അടുത്ത്. കഴിഞ്ഞ വർഷം 500 കോടിയാണ് ആ ഒരു വർഷത്തെ ഇതാണെങ്കിൽ, ഇത് 1000 കോടിയോളം വരുമാനം ഇപ്പൊ നമ്മുടെ മലയാള സിനിമക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന വർഷമാണ്. 6 മാസത്തിനുള്ളിൽ. അത് നമ്മുടെ ആദ്യം മഞ്ഞുമൽ ബോയ്സ്, അത് 250 കോടിക്ക് മേലെ പോയി. പ്രേമലു ഒരു 175 കോടിക്ക് പോയി. ഭ്രമയുഗം ഒരു 10-70 കോടിക്ക് മമ്മൂക്കയുടെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് പടമാണെങ്കിൽ പോലും അത് അധികാരം ശ്രദ്ധിച്ചില്ല എന്ന് വേണമെങ്കിൽ പറയാം. അതൊരു ടിപ്പിക്കൽ ആക്ഷൻ ഫിലിമോ അല്ലെങ്കിൽ എന്റർടൈൻമെന്റ് അങ്ങനെയുള്ള ഇതല്ല. നമുക്കറിയാവുന്ന കഥയാണെങ്കിൽ പോലും ഒരു വേറിട്ട രീതിയിൽ, ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് രീതിയിൽ എടുത്ത് കാണിച്ച നല്ലൊരു പടമായിരുന്നു. അതിനുശേഷമാണ് നമ്മുടെ ആടുജീവിതം വന്നത്. അതും ഒരു 175 കോടിയോളം കളക്ട് ചെയ്തിട്ടുണ്ട്. ഒരുപാട് പ്രതീക്ഷ ഇതാ വെച്ചാണെങ്കിൽ പണ്ട് ഈ 175 കോടി 100 കോടി എന്നൊക്കെ നമുക്ക് പറയുമ്പോ ഇത്രയും വർഷങ്ങൾക്ക് മലയാള സിനിമയുടെ ഇതില് എനിക്ക് തോന്നുന്നു, ഞാൻ 100 കോടി കിട്ടി എന്ന് പറഞ്ഞ ഒരു പടം കേട്ടിട്ടുള്ള ലാലേട്ടന്റെ പുലിമുരുകനാണ്. അത് ഏകദേശം 8-10 വർഷമായി ആ പടം വന്നിട്ട്. അതിനുശേഷം പിന്നെ ഇങ്ങനൊന്നും കണക്കേ കേൾക്കാറില്ല. ഈ ദിലീപേട്ടന്റെ നമ്മുടെ രാമലീല, അതൊരു 50 കോടിയാ. അങ്ങനെയൊക്കെയാണ് കേട്ടിട്ടുള്ളത്. വൻപിച്ച വിജയം നേടിയ പടങ്ങളൊന്നും. അപ്പൊ ആ സമയത്താണ് ഈ വർഷം തുടക്കത്തിൽ നല്ല പടങ്ങളുടെ ഇത് വന്ന് 1000 കോടിയോളം ഇട്ടടിക്കണം. അതിനുശേഷമാണ് നമ്മുടെ തേങ്കണ്ണന്റെ പടം വന്നത്. നമ്മുടെ ഫഹദ് ഫാസിലിന്റെ നമ്മുടെ ആവേശം എന്ന് പറഞ്ഞ പടം വന്നത്. അത് 175 കോടിയോളം കളക്ട് ചെയ്തിട്ടുണ്ട്. നമ്മുടെ OTT-യിലും വന്നിട്ടുണ്ട് ആ പടം. അപ്പൊ അതിനിടയിലാണ് ആ കളക്ഷന് ചില പടങ്ങളൊക്കെ അത്ര തെളിയാതെ പോയിട്ടുണ്ട്, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. എന്നാൽ പോലും അടുപ്പിച്ച് ഹിറ്റ് അടിച്ചുകൊണ്ടിരിക്കണാണ്. ഇപ്പൊ അത് മെയിൻ കാരണം ഇപ്പൊ നമ്മുടെ മഞ്ഞുമൽ ബോയ്സ് ഒക്കെ തമിഴ്നാട്ടിലും ഇത് പോയി ഹിറ്റ് അടിച്ചു എന്നുള്ളതാണ്.
തമിഴ്നാട്ടുകാര് നേരത്തെ നമ്മുടെ തമിഴ്നാട്ടിലുള്ള പടങ്ങൾ അജിത്ത്, വിജയ്, രജനികാന്ത്, കമൽഹാസൻ ഇവരൊക്കെ കേരളത്തിൽ വന്നു പടങ്ങൾ ഇതാക്കി വിജയിപ്പിച്ചുകൊണ്ടിരുന്ന സമയത്ത് നമ്മുടെ ഇവിടെ നിന്ന് ഒരു പടം അങ്ങോട്ട് പോയി വിജയിപ്പിക്കുക എന്ന് പറഞ്ഞാൽ കാഴ്ചക്ക് കുറവായിരുന്നു, ഇല്ലെന്ന് തന്നെ വേണമെങ്കിൽ പറയാം. ഡബിങ് ഒന്നും ഇല്ലാതെ അങ്ങനെയുള്ള ഒരു ഇത്. അപ്പൊ ക്വാളിറ്റി മികച്ച് ഇപ്പൊ നല്ല നടന്മ നല്ല ഇപ്പൊ സൂപ്പർ സ്റ്റാർ ഇല്ലെങ്കിൽ പോലും ഇപ്പൊ ഈ പ്രാവശ്യം മഞ്ഞുമൽ ബോയ്സ് തമിഴ്നാട്ടിലെ തമിഴ് സിനിമയിനെക്കാട്ടും കൂടുതൽ ഹിറ്റ് കളക്ഷൻ നേടിയ പടം ഈ മലയാള ചിത്രമെന്ന് നമുക്ക് വേണമെങ്കിൽ ഉറപ്പിച്ചും പറയാം. അതുപോലെ തന്നെയാണ് പ്രേമലു തെലുങ്കിലും തമിഴിലൊക്കെ പോയിട്ടുണ്ടായിരുന്നു. ഭ്രമയുഗം ഒരുവിധം കുറച്ച് ഇതുണ്ടായിരുന്നു. നമ്മുടെ ആവേശം ഒരുവിധം നാട്ടിലും ഞാൻ നേരത്തെയും പറഞ്ഞിട്ടുണ്ട്, വീഡിയോകളിൽ പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ ഹിന്ദി റിവ്യൂ ചെയ്യുന്ന ആളുകളുണ്ട്, ഹിന്ദി സിനിമ റിവ്യൂ ചെയ്യുന്ന ആളുകളുണ്ട്. അവര് മലയാള സിനിമ അത് നേരത്തെ കേട്ടു തുടങ്ങിയ ദൃശ്യം എന്ന് പറഞ്ഞ പടത്തില ദൃശ്യം സിനിമ വന്നപ്പോ അവര് ജിത്തു ജോസഫിന്റെ പടത്തിനെ കുറിച്ച് ആ പടത്തിനെ കുറിച്ച് കൂടുതൽ നല്ല അഭിപ്രായം പറഞ്ഞു. അത് ഹിന്ദിയിലേക്ക് ഡബ് ചെയ്തപ്പോഴും അതിനെ കുറിച്ചൊക്കെ പറഞ്ഞപ്പോഴും മലയാള സിനിമ എന്ന് അവർ പറഞ്ഞു തുടങ്ങിയ ആ സമയം മുതൽ. പക്ഷെ അതിനുശേഷം പിന്നെ വലിയ ഭയങ്കരമായിട്ട് അങ്ങനെ പറഞ്ഞിട്ടില്ല. പക്ഷെ ഈ വർഷം തുടങ്ങിയതിന് ശേഷം തമിഴിലാണെങ്കിൽ ശരി, ഹിന്ദിയിലാണെങ്കിൽ ശരി, തെലുങ്കിൽ, കന്നഡ ഇവരൊക്കെ മലയാള സിനിമയെ കുറിച്ച് സംസാരിച്ചു തുടങ്ങി. അത് തന്നെയാണ് ഈ സമയത്ത് മലയാള സിനിമയുടെ വിജയമെന്നും ഞാൻ കരുതുന്നു. അപ്പൊ ഈ ഇതിനിടയിലാണ് ഇപ്പൊ 2-3 ദിവസമായിട്ട് നമ്മുടെ മമ്മൂക്കെതിരെ ഒരു ആരോപണം വരുന്നത്. ആരോപണം വരുന്നതെന്ന് പറഞ്ഞാൽ അതെ എന്തെങ്കിലും സത്യാവസ്ഥയുണ്ടോ ഇല്ലെങ്കിൽ അതിന്റെ എന്തെങ്കിലും തെളിവുണ്ടോ എന്ന് ആളുകൾ ചിന്തിക്കുന്നില്ല, അല്ലെങ്കിൽ ആളുകൾ അത് ചോദിക്കുന്നില്ല. നമുക്കിപ്പോ നമ്മുടെ ഒരു രാഷ്ട്രീയ പാർട്ടി എടുക്കാം, നമുക്കത് മുസ്ലിംസിനെ പേര് കേൾക്കുമ്പോഴേ അവർക്കൊരു ദേഷ്യം, വെറുപ്പ് അങ്ങനെ തോന്നുന്ന ഒരു രാഷ്ട്രീയ പാർട്ടി ഉണ്ടല്ലോ. അവർക്ക് ഇപ്പൊ ഒരു ഇത് നമ്മുടെ ധ്രുവ് പറഞ്ഞ പോലെ എന്തെങ്കിലും ഒരു ഇത് കിട്ടിക്കഴിഞ്ഞാൽ അത് മുസ്ലിംസിന്റെ പെടലേക്ക് ഇടുക, അങ്ങനെയുള്ള ഒരു രാഷ്ട്രീയ ഇതുണ്ട്, ഒരു അജണ്ട. വാട്സപ്പ് യൂണിവേഴ്സിറ്റി ഒരു തെളിവില്ലാതെ നമുക്ക് പലതും പറഞ്ഞുണ്ടാക്കാം. ആ രീതിയിൽ പറഞ്ഞുണ്ടാക്കിയ ഒരു കഥയാണ് ശരിക്കും പറഞ്ഞ ഇതിന് ആധാരം. ഇപ്പൊ ഇന്നലെ മുതൽ ഞാനത് കേട്ടു തുടങ്ങിയത്. പുഴു എന്ന് പറഞ്ഞ നായകനെ, മമ്മൂക്ക നായകനെ പുഴു എന്ന പടത്തിനെ കുറിച്ചും സവർണ ഇതിനെ കുറിച്ചും അതൊക്കെ പറഞ്ഞു. അപ്പൊ ശരിക്കും പറഞ്ഞ ഒരു ഭാര്യയുടെ ഒരു ഭർത്താവിന്റെ ഇതാണ് ശരിക്കും പറഞ്ഞ നിങ്ങള് യൂട്യൂബിലൊക്കെ അദ്ദേഹത്തിന്റെ ചർച്ചയുണ്ട്, അതായത് ഇന്റർവ്യൂ പോലെയുണ്ട്, അദ്ദേഹത്തിന്റെ ഇന്റർവ്യൂ പോലെയുണ്ട്. അദ്ദേഹം നിങ്ങളത് കേട്ടു നോക്കും. ശരിക്കും പറഞ്ഞ ഒരു ഭാര്യ, ഒരു ഭർത്താവ്, ആ ഭാര്യക്ക് സംവിധായകനാകാൻ വേണ്ടിയിട്ട് ഭർത്താവ് കൂടുതൽ കൂടെ നിന്നിട്ട് അവസാനം ഇപ്പൊ ഈ ഇടക്കായിട്ട് അവർ ഭാര്യ ഒഴിഞ്ഞു പോവുകയും അത് അവരുടെ കുടുംബകാര്യമാണ്. ഇതിലെങ്ങനെ മമ്മൂക്ക വന്നു പെട്ടു എന്നുള്ളതാണ്. ഈ പടത്തിന് ഈ പുഴു എന്ന് പറഞ്ഞ പടത്തിന്റെ സംവിധായികയായിരുന്നു പറഞ്ഞ ആള്. അപ്പോ നമുക്കിപ്പോ ഒരു ന്യൂസ് വാല്യൂ ഒരാളുടെ കുടുംബ പ്രശ്നത്തിന്റെ അകത്ത് ന്യൂസ് വാല്യൂ വരണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് എന്തെങ്കിലും ഇത് വേണം, സ്ത്രീധന പ്രശ്നം അങ്ങനെ. പക്ഷെ ഇതൊന്നും അല്ല. അപ്പൊ പിന്നെ വേറെ എന്ത് നമുക്ക് ന്യൂസ് വാല്യൂ കൊടുക്കാം? ഒരാളുടെ ഒരു ഭാര്യയും ഭർത്താവ് അവര് തമ്മിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാവും, എന്തെങ്കിലും ഇതുണ്ടാവും. ഇതിന്റെ ഇടയിൽ ഒരു രാഷ്ട്രീയക്കാരൻ വന്നിട്ടാണ് ഇവരെ കുടുംബം തകർത്തെന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോഴും എന്തുകൊണ്ട് മമ്മൂക്കയുടെ പേരിൽ പഴിചാരുന്നു എന്നും കൂടി നിങ്ങൾ ചിന്തിക്കുക. നമ്മുടെ മമ്മൂക്കയുടെ ഇത് പറയണത് അവര് സിനിമയുടെ ഇത് സമയത്തൊക്കെ ഇവർ ഒരുമിച്ച് വന്ന് കഥ പറഞ്ഞതും അവർക്ക് ഇഷ്ടപ്പെട്ടു. പിന്നെ അത് ചെയ്യാൻ പറ്റാതെ വരിക, അപ്പോഴ ലോക്ക്ഡൌൺ വരികയും അദ്ദേഹം പറഞ്ഞ വാക്കുകളാണ് കേട്ടോ ഞാൻ പറയുന്നത്. ലോക്ക്ഡൌൺ സമയത്ത് അവർ ഇത് ചെയ്യാൻ പറ്റാതെ വരികയും വേറൊരു കഥ പറയുകയും ആ കഥ എന്തോ സവർണരുടെ ഇതിനെ കുറിച്ചാണെന്ന് പറയുക, അത് അവര് തമ്മിൽ എന്തോ ഇത് പറയാൻ വേണ്ടി പറയുകയും മമ്മൂക്ക അത് സിനിമ ചെയ്യുകയും ചെയ്തെന്നൊക്കെയാണ് ഇവർ പറയണത്. അപ്പൊ ഇതിൽ ഈ ഇവരുടെ കുടുംബ ജീവിതത്തിൽ മമ്മൂക്കയുടെ കഥ വന്നെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ തെളിവുണ്ടോന്ന് അവതാരം ചോദിക്കുമ്പോൾ ഇതുവരും തെളിവില്ല ശരിക്കും പാട്ട ഇതുവരും തെളിവില്ല. എന്നാലും മമ്മൂക്ക ഇതിന്റെ അകത്ത് കളിച്ചിട്ടുണ്ട്, അവരുടെ കുടുംബ ജീവിതത്തെ ആർക്കാൻ നിന്നിട്ടുണ്ട് എന്നാണ് അദ്ദേഹം പറയുന്നത്. അദ്ദേഹം ഒരു മുസ്ലിമാണ്. അപ്പൊ ഇതെന്താണ് ഈ ഇതിന്റെ ഇടയിൽ ഞാൻ പറയാൻ വെച്ചിരുന്ന ഒരു കാര്യം കൂടിയാണ്. മമ്മൂക്ക എന്ന് പറയുന്നതും മമ്മൂക്ക എന്ന് പറയുന്നത് മുഹമ്മദ് കുട്ടി എന്ന് പറയുന്നതും ആ ഇന്റർവ്യൂലുണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ച് കേട്ടാൽ മനസ്സിലാവും. അതായത് ഒരു രാഷ്ട്രീയ അജണ്ട, ഒരു മുസ്ലിം പേരുകാരനെ പേര് കൊണ്ടുവന്ന് കളിക്കുക എന്ന് പറയും. രാഷ്ട്രീയ അജണ്ട എന്നാണ് പറയണത്. ഒരാളെ കരിവാരത്തേക്ക് ഒരു മുസ്ലിം പേര് കേട്ട് കഴിഞ്ഞാൽ
അദ്ദേഹത്തെ ആക്രമിക്കാൻ ഒരു കൂട്ടം വരിക, ഒരു കൂട്ടം ആളുകൾ വരിക എന്നുള്ളത് തന്നെയാണ് ഇത്. അത് ആ ഇന്റർവ്യൂവിന് ശേഷം 3 പാർട്ടായിട്ട് അദ്ദേഹം ഇന്റർവ്യൂ കൊടുത്തേക്കുന്നത്. ആ പാർട്ടിന് ശേഷം അതിനുശേഷം തലവൊക്കെ കുറെ ഇതുണ്ട്. നമുക്ക് വീഡിയോസിന് വ്യൂസ് കൂട്ടുക എന്നുള്ള ഒറ്റ കാരണം കൊണ്ടായിരിക്കണം. കാരണം അതിന്റെ അകത്ത് എന്തെങ്കിലും തെളിവുണ്ടോ കാര്യങ്ങളുണ്ടോ ഇതൊന്നും ചിന്തിക്കൂല. മനസ്സിലായി? നിങ്ങൾക്ക് എന്തെങ്കിലും പരാതി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കേസിന് പോവാം. ഞാൻ ഇത് പറയുന്നതിന് മുമ്പാണ് നമുക്കിവിടെ എന്താണ് തെളിവുകളൊന്നുമില്ല. പിന്നെ അദ്ദേഹം പറഞ്ഞൊരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ച് മനസ്സിലാക്കണം. ഈ ഭാര്യയും ഭർത്താവിനെയും കേസ് വാദിക്കാൻ വേണ്ടിയിട്ട് കോടതിയിൽ പോയപ്പോ ഇദ്ദേഹത്തിന്റെ വക്കീല് പറഞ്ഞ കാര്യങ്ങളാണ് ഇദ്ദേഹം പറയുന്നത്. എന്റെ വക്കീല് പറഞ്ഞ് മമ്മൂക്ക പറഞ്ഞിട്ടാണ് ഒരു വക്കീല് കേസ് ഏറ്റെടുത്തതെന്ന്, അതായത് ആ വൈഫിന്റെ കേസ് ഏറ്റെടുത്തു. കാര്യങ്ങൾ പഠിക്കാതെ കോടതിയിലെ ജഡ്ജിയുടെ ചേംബറിൽ ചെന്നിട്ട് ഇങ്ങനെ പറഞ്ഞതായിട്ടാണ് ഈ വക്കീല് ഈ പരാതിക്കാരന്റെ അടുത്ത് പറഞ്ഞേക്കണത്. മമ്മൂക്ക പറഞ്ഞ പോലെയാണ് ഈ കേസ് ഏറ്റെടുത്തത്, അതുകൊണ്ട് പഠിക്കാൻ സമയം കിട്ടില്ല എന്ന് ആ വക്കീല് ചേംബറിൽ ചെന്ന് പറഞ്ഞതായിട്ട് ഈ വക്കീല് ഇങ്ങനെ അടുത്ത് പറഞ്ഞു. അതല്ലാതെ വേർത്തിൽ അദ്ദേഹം ഇപ്പൊ ഒരാള് സിനിമ സംവിധാനം അഭിനയിക്കാൻ പോകുമ്പോൾ ഒരു കഥ കേൾക്കും, അത് സവർണനാണോ ഇതാണോ അങ്ങനെയൊന്നും കേട്ടിട്ടായിരിക്കും അവർക്ക് ആ സിനിമയിൽ എന്തെങ്കിലും ഇത് കൊള്ളാം, ഇത് നല്ല പടമാണ് എന്ന് അവർക്ക് തോന്നുമ്പോഴായിരിക്കും അവർ അഭിനയിക്കണം. അതിന്റെ അകത്ത് ഒരു കലാകാരൻ അങ്ങനെ ആയിരിക്കത്തുള്ളൂ. നിങ്ങൾ ഏത് സിനിമ എടുത്ത് നോക്കിയാലും ശരി. ഇപ്പൊ നമ്മുടെ ആവേശത്തില് രംഗണ്ണന്റെ കാര്യം പറഞ്ഞല്ലേ, അദ്ദേഹം തമാശക്കാരനായ ഒരു ഗുണ്ടയാണ് എന്ന് പറഞ്ഞ് ഗുണ്ടാ നേതാക്കളൊക്കെ ഞങ്ങളെ കോമളികളാക്കി എന്നും പറഞ്ഞ അദ്ദേഹത്തിന് നേരെ തിരിഞ്ഞ് ശരിയാവും. പോക്കിരി രാജ, മമ്മൂട്ടിയുടെ പോക്കിരി രാജ എന്ന് പറഞ്ഞാൽ ഏറ്റവും കോമാളി പ്രൗഢിയാണ് അതിന്റെ അകത്ത് മമ്മൂക്ക. കുറെ കേരളത്തിലുള്ള കുറെ ഗുണ്ടകൾ ഞങ്ങളുടെ ഇതിനെ കളിയാക്കി ഞങ്ങളെ ശരിയാക്കി കളയും. മമ്മൂക്കാന്ന് അപ്പോഴും പറയൂല. ഈ ചാനലുകാരാണ് ഇത് പറയുന്നത്. മുഹമ്മദ് കുട്ടി എന്ന് പറഞ്ഞ മമ്മൂക്ക ഞങ്ങൾക്കെതിരെ ഞങ്ങളെ കളിയാക്കി, മമ്മൂക്കയുടെ ഇതിരെ ഞങ്ങൾ തെളിവുണ്ടെന്നൊക്കെ പറഞ്ഞ് തെളിവുണ്ടാ? ഇല്ല, തെളിവില്ല. മമ്മൂക്ക അങ്ങനെ ഞങ്ങളെ കളിയാക്കി. ഈ പറയുന്ന പോലെയുള്ളൂ ആ കേസ്. അപ്പം ശരിക്കും പറഞ്ഞ ഈ മാങ്ങയുള്ള മാവിലെ കല്ലെറിയും എന്ന് പറഞ്ഞല്ലേ, അതുപോലെ അദ്ദേഹം നിൽക്കുന്ന 73-74 വയസ്സായ അദ്ദേഹം നിൽക്കുന്ന ഒരു പൊസിഷനിൽ ഇപ്പൊ നമ്മുടെ ഒരു കുടുംബ പ്രശ്നം സാധാരണ രീതിയിൽ ചാനലുകാർ അങ്ങനെ ഏറ്റെടുത്ത് ഇതാക്കണമെന്ന് അതിന്റെ അകത്ത് എന്തെങ്കിലും ഇത് വേണം. ഇപ്പൊ സ്ത്രീധന തുക അല്ലെങ്കിൽ അവര് തമ്മിൽ തല്ലിയൊടിച്ച് പടങ്ങുക. പക്ഷെ അത് വേറൊരാള് വന്നിട്ട് ഒരു രാഷ്ട്രീയ അയാൾക്കെതിരെ നേരെ തിരിയാം. പക്ഷെ അപ്പോഴും ഒരു ഇപ്പൊ ഇടതുപക്ഷ ഇതിനെതിരെ തിരിയണമെങ്കിൽ പോലും തിരിയാം, നിങ്ങൾക്ക് തിരിയാത്ത തെളിവുണ്ടെങ്കിൽ നിങ്ങൾക്ക് കേസ് കൊടുക്കാം, നിങ്ങൾക്ക് ചാനൽ എന്ന് പറയുന്നത്. ഇതിനിടയിൽ മമ്മൂക്ക വരുമ്പോഴാണ് ഇത് തന്നെ. അത് ആ മമ്മൂക്ക എന്ന് പറഞ്ഞ ഒരു വ്യക്തിക്കെതിരെ, അദ്ദേഹം ഇന്ത്യയിലെ ഏറ്റവും നല്ല നടനും ഏറ്റവും കലാകാരനുമായി നിൽക്കുന്നതിനെതിരെ ആൾക്കെതിരെ അദ്ദേഹം ജീവിതത്തിൽ എങ്ങനെയെന്ന് എനിക്കും അറിയില്ല, നിങ്ങൾക്കും അറിയില്ല. പക്ഷെ അദ്ദേഹം മോശക്കാരനാണെന്ന് അതിനനുസരിച്ച് തെളിവ് വേണം. തെളിവില്ല. അദ്ദേഹം തന്നെ പറയുന്നുണ്ട് എന്റെ തെളിവില്ല, ഞാൻ അത് ശേഖരിക്കാനുള്ള തയ്യാറെടുപ്പിലാണെന്ന്. ഒരു സിനിമയുടെ കഥ ഇതാക്കണ സമയത്ത് അതിന്റെ അകത്ത് എന്തെങ്കിലും നിങ്ങൾ തമ്മിൽ എന്ത് തെറ്റിന്ന് പറയുമ്പോൾ പുഴുന്ന കഥ സവർണക്കെതിരെയാണ്, എന്തുകൊണ്ട് അന്ന് പറഞ്ഞില്ല? അപ്പൊ അദ്ദേഹം തന്നെ ആ വീഡിയോയിൽ ലാസ്റ്റ് പറയണ്ട, എനിക്ക് നിങ്ങളുടെ ചാനലിൽ തന്നെ വന്ന് പറയണമെന്ന് 24 വിളിച്ച്, ഏഷ്യാനെറ്റ് വിളിച്ച്, പക്ഷെ നിങ്ങളുടെ അടുത്ത് പറഞ്ഞാലേ ശരിയാവുള്ളൂ എന്ന് അദ്ദേഹം തന്നെ പറയുന്നുണ്ട്. ആയിക്കോട്ടെ, പറഞ്ഞു. പക്ഷെ ഇതിനൊക്കെ എനിക്ക് പറയാനുള്ളത് ഇത്രേ ഉള്ളൂ. ഇതിനൊക്കെ നിങ്ങൾ ഒരു മുഹമ്മദ് കുട്ടി, മമ്മൂട്ടി എന്ന ഒരു മുസ്ലിം പേരാണ് നിങ്ങൾക്ക് ചർച്ചയ്ക്ക് എടുക്കേണ്ടെന്നുണ്ടെങ്കിൽ അതിനെന്തെങ്കിലും ഒരു തെളിവ് വേണം. ഒരു ജാതിപ്പിരിവും മതപ്പിരിവും മനുഷ്യന്മാര് കേരളത്തിൽ ഒരു പരിധി വരെ കേരളത്തിലൊരു ഇതുണ്ടല്ലോ സുഹൃത്തെ, നിങ്ങൾക്ക് പറയുമ്പോ ഒരാൾക്കെതിരെ ആരോപണം ഉന്നയിക്കുമ്പോൾ നിങ്ങൾക്ക് പറയാലോ ഇന്ന പോലെയാണ് കാര്യം, ഇന്ന പോലെയാണ്. നിങ്ങൾക്ക് അതുപോലെ അതൊന്നും ഇതാക്കാൻ പാടില്ല. ഈ വീഡിയോ 3 വന്നതിന് ശേഷം വേറെ ചാനലിലൊക്കെ 2-3 ചാനൽ ഇതേപടി ഇതാക്കി വന്നിട്ടുണ്ട്. നിങ്ങൾ അതൊക്കെ എടുത്തു വെച്ച് നോക്കൂ. ഇതിലൊക്കെ എന്തെങ്കിലും ഇവരെ കുടുംബം തകർത്തത് മമ്മൂക്കയാണ് എന്നും പറഞ്ഞിട്ടൊക്കെയാണ് അതിന്റെ അകത്ത് തോന്നുന്നത്. ചെറും പറഞ്ഞ മറ്റേ ആള് പോയി ഒരാള് UK ഇതായിട്ടുള്ള ഒരാളാണ് ഇവരുടെ കുടുംബത്തിൽ വന്നിട്ട് കുടുംബാലം തുടങ്ങണമെന്ന് ഇദ്ദേഹം തന്നെ പറയുന്നത്. പക്ഷെ അതൊക്കെ പോയിട്ട് മമ്മൂക്കയാണ് ഇതിന്റെ അകത്ത് പ്രശ്നങ്ങൾ തുടങ്ങി, ഇവരെ വേർപിരിക്കാൻ തുടങ്ങി എന്നുള്ള അവസ്ഥ വരെ എത്തിച്ചിട്ടുണ്ട്. അപ്പൊ എനിക്ക് പറയാനുള്ളത്, നല്ലൊരു മലയാള സിനിമ ഒരു നല്ലോണം
കത്തി നിൽക്കുന്ന സമയം. ആ സമയത്താണ് നിങ്ങൾ ഒരു നടനെതിരെ ഇല്ലാത്ത തെളിവുകളൊന്നും ഇല്ലാതെ ആരോപണം ഉന്നയിക്കുന്നത്. അത് ശരിയാണോ എന്ന് നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കുക. ഈ ന്യൂസ് കൊടുക്കുന്നവരാന്ന് ആലോചിച്ച് നോക്കുക. ഈ ആൾക്കാരുടെ ഇടയിൽ ഭിന്നിപ്പ് ഉണ്ടാക്കുക. മലയാള സിനിമ ഇപ്പൊ എനിക്ക് തോന്നുന്നു ഒന്നിച്ചു നിൽക്കേണ്ട സമയമാണ്. ഇപ്പൊ ലാലേട്ടൻ ഫാൻസ്, മമ്മൂക്ക ഫാൻസ്, ദിലീപ് ഫാൻസ്, അങ്ങനെ അല്ലാതെ മലയാള സിനിമ ഫാൻസ് ആയിട്ട് ഒന്നിച്ചിരിക്കേണ്ട സമയവും. ആ സമയത്താണ് ഇങ്ങനെയുള്ള ഇതൊക്കെ കുത്തിത്തിരിവ് ഉണ്ടാക്കിയിട്ട് ഒരു പരിധി വരെ നമ്മുടെ മലയാള സിനിമ, ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ, ഈ 6 മാസം കൊണ്ട് 1000 കോടിയോളം ഇതാക്കിയ മലയാള സിനിമയെ നിങ്ങൾ ഇങ്ങനെ ആരോടും ഉന്നയിച്ചിട്ട് ആളുകളുടെ ഇടയിൽ കുത്തിത്തിരിപ്പ് ഉണ്ടാക്കിയിട്ട് സിനിമയെ പിന്നോട്ട് വലിക്കരുത്. അപ്പൊ എല്ലാവർക്കും അടുത്ത വീഡിയോ കാണുന്നവരെ നമസ്കാരം.